ക്രാന്തി വരലക്ഷ്മി ആരൊക്കെ ബസ്സിൽ തട്ടിക്കൊണ്ടു വന്നു. ക്രാന്തി നീ എന്താടാ വലിയ ഹീറോയോ? അവളെ മറന്നേക്ക്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. നീ ഇനി അവളെ വിട്ടാലും ഞാൻ പോവില്ല. ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. പണി കഴിഞ്ഞോ? ശേഷോ 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 എന്തു പറ്റി മോനെ? ഇവന്റെ മോളുടെ കല്യാണത്തിന് വരലക്ഷ്മി തടസ്സമാണെന്ന് കരുതി അവളെ കൊല്ലാൻ ശ്രമിച്ചു. അണ്ണൻ അങ്ങനെ ചെയ്യേണ്ട കാര്യം അത് അവനോട് തന്നെ ചോദിക്കേ. അവന്റെ ഫോൺ ചെക്ക് ചെയ്താൽ ഇവളെ കൊല്ലാൻ വേണ്ടി എത്ര കോൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. എന്റെ ഇഷ്ടത്തിന് ആരെങ്കിലും എതിര് നിന്നാൽ അവൻ ആരായാലും തീർത്തിരിക്കും. അപ്പൊ നീ അങ്ങോട്ട്. ഡാഡി, ക്രാന്തിയെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച സത്യമാണ്. അതിനിതാണോ ചെയ്യേണ്ടത്? നിങ്ങളുടെ മോളായിട്ട് ജനിച്ചതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. മമ്മ, നമുക്ക് എത്രയും പെട്ടെന്ന് ന്യൂയോർക്കിലേക്ക് പോകാം. വരലക്ഷ്മി, ഐ ആം സോറി. ദയവ് ചെയ്തെന്റെ ഡാഡിയോട് ക്ഷമിക്കണം. സോറി പ്രിയ, എനിക്ക് ഒരിക്കലും നിന്നെ വരലക്ഷ്മിയുടെ സ്ഥാനത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. വരലക്ഷ്മി, നിനക്ക് ഭർത്താവാകാൻ കിട്ടിയത് നല്ലൊരു പുരുഷനെ. യു ആർ വെരി ലക്കി. അയ്യോ, അങ്ങനെ നിനക്കൊരു കോമ്പറ്റീഷൻ ഒഴിവായി, എനിക്കൊരു സ്ഥിരം തലവേദനയുമായി. മേഡവും പ്രിയയും അണ്ണനെ വിട്ട് പോയി. മോള് പോയെന്ന് പറഞ്ഞ് ഇങ്ങനെ കുടിക്കണോ? ആ ക്രാന്തി നിങ്ങളുടെ മുഴുവൻ ഇമേജ് നശിപ്പിച്ചണ്ണ. ആ PR പോലും ഒന്നും മിണ്ടുന്നില്ല. ഇനി എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നത്? പോവാണ്ണ, നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും പോവാണ്ണ. ഞാനും അതാ തീരുമാനിച്ചിരിക്കുന്നത്. അച്ഛനും മോനും കൂടി എന്നെ യാതൊരു വാല്യൂ ഇല്ലാണ്ടാക്കിയില്ലേ? ആസ്തിയുടെ ഭാഗം ചോദിക്കണം. അതെ അണ്ണ. അച്ഛൻ മസാജിങ്ങില്ല, ആരെയും കയറ്റിവിടില്ല. പോടാ. അവൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് പിയാറിനോട് സംസാരിക്കണം. എന്നോട് സംസാരിച്ചാ മതി. എനിക്കിത് പിയാറിനോട് പറയേണ്ട വിഷയമാണെങ്കിലോ? അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പൊ അച്ഛനും മോനും ഒന്നാ. എന്നോട് പറഞ്ഞാ മതി. എനിക്ക് പണം വേണം.
എനിക്കെന്റെ അവകാശം വേണം. നിന്റെ ഈ മുഖം പോലെ തന്നെ ഈ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പോയിക്കോ. അല്ല, ഇതെന്താ ഗവൺമെന്റ് ജോബാണെന്ന് വിചാരിച്ചോ റിട്ടയർമെന്റ് ക്യാഷ് തരാൻ? ഈ ഉദ്യോഗം ഞങ്ങൾ രണ്ടും കൂടി ചേർന്ന് സമ്പാദിച്ചു. അങ്ങനെയാണെങ്കിൽ ശേഷമില്ലെങ്കിൽ PR ഇല്ലേടാ? ഉണ്ടാവില്ലടാ. എന്റെ ഭാഗം എനിക്ക് കിട്ടണം. ശരി, എത്രയാ? 50%. 500 കോടി രൂപയും കിട്ടിയേ പറ്റൂ. 500 കോടി രൂപ പോയിട്ട് 1% പോലും നിനക്ക് പിന്നെ എന്താ? വളർത്താൻ എത്ര നാൾ കഷ്ടപ്പെട്ടത്? ശേഷമുള്ള നിന്റെ ഒക്കെ അടിമയാ. ചീട്ട് കളിക്കുമ്പോ ഒരു ജോക്കർ ആവശ്യമാണ്. എന്താ പറഞ്ഞത്? എന്താ കരുതിയത്? ഞാൻ ജോക്കറാണെന്നോ? അണ്ണൻ വെറും ജോക്കറാ. എന്താ ഇത്? അതെ, ക്രാന്തി അണ്ണനും ശേഷങ്ങളും കൂടെ അവിടെ അടി കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ജോക്കറോ? എന്റെ മോനെ അടിക്കാനാണോ നീ? അതോ മറ്റുള്ളവരെ പോലെ ഇവൻ നിന്റെ ജോലിക്കാരാണെന്ന് വിചാരിച്ചോ? എന്റെ മോനാടാ അവൻ. ഇവൻ നിന്റെ മകനാണെന്നാണോ പറയുന്നത്? മര്യാദയായിട്ട് പെരുമാറാൻ പോലും അറിയില്ല അവന്. അതേച്ചാ, ഇവൻ എന്താ പറഞ്ഞെന്നറിയോ? ഇവനില്ലെങ്കിൽ PR ഇല്ലെന്ന്, ആസ്തിയുടെ പകുതി വേണമെന്ന്. അത് സത്യം. ആ, ഞാനില്ലെങ്കിൽ PR ഇല്ല, അറിയോ? PR വെറും ജോക്കറാ. എന്താടാ നീ പറഞ്ഞത്? നിന്നെ ഞാൻ വരലക്ഷ്മിയുടെ കാര്യത്തിൽ തന്നെ നിന്നെ ഞാൻ തീർക്കേണ്ടതാ. എന്റെ അച്ഛനെ ഓർത്തിട്ട് അന്ന് ഞാൻ നിന്നെ എന്ത് പറഞ്ഞതാ നീ? സ്വത്തില് ഷെയർ വേണമെന്നോടേ? എന്റെ സ്വത്ത്, സാമ്രാജ്യം എല്ലാം എന്റെ മകന് ഞാൻ എഴുതി കൊടുക്കും. നീ എന്റെ പാർട്ണർ അല്ല, എന്റെ ജോലിക്കാരനാ. എനിക്ക് എന്റെ മകൻ മാത്രം ഉണ്ടായാൽ മതി. ബാക്കിയെല്ലാം പുറത്തു പോ. Get out. ഇല്ലെങ്കിൽ കൊന്നുകളയും. Get out. Out. ഇറങ്ങി പോടാ. പോടാ. അച്ഛാ, അച്ഛാ, ആംബുലൻസ് വിളിക്ക്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ഡോക്ടർ. അതിനുശേഷം എങ്ങനെ? സിറ്റുവേഷൻ ഈസ് വെരി ബാഡ്. ടാബ്ലറ്റ്സ് കൊണ്ട് റിക്കവർ ആവില്ല. ഓപ്പറേഷൻ കമ്പൽസറി. ലേറ്റ് ആയാൽ വെരി ഡേഞ്ചർ. ഇതുവരെ നമ്മൾ തമ്മിലുണ്ടായിരുന്ന പകയും വിദ്വേഷവും ഒക്കെ മറക്കണം. ഇനി നമ്മൾ ഒരുമിച്ചായിരിക്കണം PR-നെ ഇല്ലാതാക്കേണ്ടത്. ശേഷുണ്ണനും ഇനി നമ്മോടൊപ്പം ഉണ്ടാവും. ഇനി മുതൽ നമ്മൾ ഒന്നായിരിക്കണം. വെൽക്കം ഫ്രണ്ട്. 20 വർഷത്തിന് ശേഷം ആദ്യമായി ആ PR വീക്കായി ഞാൻ സ്ട്രോങ് ആയി. അതിനാ ഈ ബൈജു പറഞ്ഞപ്പോ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തു. 20 വർഷം PR-ന് വേണ്ടി പണിയതല്ലേ, ശരിക്ക് കിട്ടി. ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ച കോടികളുടെ ആസ്തി കൈവിട്ടുപോയി. മോള് കൈവിട്ടു പോയില്ലല്ലോ. അതിൽ സന്തോഷിക്കേ. അച്ഛനും മകനും രണ്ടുപേരും തീരണം. ആസ്തി എന്റെ കയ്യിൽ വന്നാൽ 50% നീ എടുത്തു. ഇങ്ങനെ ഒരു ഐഡിയയുമായി ഹോങ്കോങ്ങിൽ നിന്ന് എന്റെ മറ്റൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. വിനുജി, കമോൺ. അന്ന് ഞാൻ PR പാർട്ടിയായിരുന്നു, ഇന്ന് നമ്മളെല്ലാം ഒരു പാർട്ടിയായി. എനിമിക്ക് എനിമി നമ്മുടെ ഫ്രണ്ട്. എല്ലാവരും ഒരുമിച്ച് അവനങ്ങ് തീർത്തേക്കാം. അപ്പോ സിറ്റിക്ക് ഒരേ ഒരു കിങ് ദാസ്. ശേഷണ്ണ, PR മരിച്ചാൽ ആസ്തിയൊക്കെ മകനെ ഒന്നു ചേരും. കോടികളുടെ ആസ്തി വെറുതെ അനാഥാലയത്തിലേക്ക് എത്തിച്ചേരും. ആദ്യം ആസ്തി മുഴുവൻ എഴുതി വാങ്ങിച്ചിട്ട് അപ്പനെയും മകനെ ഒരുമിച്ച് തീർക്കണം. ഹലോ, അടാ, PR-ന്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുക. രക്ഷപ്പെടുന്ന കാര്യം 50-50. നീ എപ്പോഴെപ്പോഴുള്ള ഇൻഫർമേഷൻ തരണം. ബൈ. കറക്റ്റായി പ്ലാൻ ചെയ്യാറുണ്ട്. മറ്റന്നാൾ ഓപ്പറേഷനാ. രക്ഷപ്പെടാനുള്ള ചാൻസ് 50-50. പോട്ടെ, നമ്മൾ കൊല്ലാതവൻ ചാകട്ടെ. അപ്പൊ നമ്മുടെ ആസ്തി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ മുമ്പായിരിക്കണം. കറക്റ്റ്. പണം എന്റെ കയ്യിൽ തന്നെ കിട്ടണം. എന്റെ അനിയനെ അവൻ എന്റെ കൺമുന്നിലിട്ട് കൊന്നു. ആ PR-ന്റെ സന്തതിയെ ഞാൻ അവന്റെ കൺമുന്നിലിട്ട് കൊന്നിരിക്കും. സൂപ്പർ. ഏർപ്പാടുകളൊക്കെ ചെയ്തു